കത്തുന്ന പോലത്തെ ബോയ്സ് ഇതുപോലത്തെ ഹൈഫൈ ബാറിലുണ്ടാവും. അച്ചാറ് ഒന്ന് നക്കി നോക്ക്. അച്ചാർ വേണോ? വേണോടാലിയാ, അച്ചാർ വേണം അല്ലേ? ഹലോ, അച്ചാർ കിട്ടുമോ? ഇവിടെ അച്ചാറില്ലേ സാറേ? അച്ചാറിനോട് നിനക്കെന്താ ഒരു പുച്ഛം? നിങ്ങളത് കളിക്കാണോ? ഇത്രയും കാശ് മുടക്കി വന്നിട്ട് ഒരു രൂപയുടെ അച്ചാറില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അളിയ പിന്നെന്തുണ്ടാ എന്ന് പറഞ്ഞുകൂടാത്ത? ഞാൻ അങ്ങനെ പറയൂ. എടാ പെട്ടിക്കടയിൽ പോലെ അച്ചാർ കിട്ടും, ഇത്രയും വലിയ ബാറിലില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. ഇതൊക്കെ ഓവറാ. എടാ അച്ചാർ ഞങ്ങളുടെ ദേശീയ ഭക്ഷണമാ, അതിവിടെ എത്തിയിരിക്കണം. ഇതൊക്കെ കോർപ്പറേറ്റുകാരുടെ ചതിയാളിയാ, ഇതങ്ങനെ വിടാൻ പാടില്ല. സമരം ശരിയാവില്ലടാ, ഇത് ഒട്ടും തന്നെ ശരിയാവും. കാണുമ്പോ പേടിയാവുന്നല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ബന്ധമില്ലാന്ന് പറയുന്നത്. ഇപ്പൊ എന്താ ചെയ്യണത്? ഒരു പിടുത്തമില്ലല്ലോ. നീ ഒന്ന് വെയിറ്റ് ചെയ്യടാ, ഞാൻ വല്ല ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. നിക്കടാ. ഞാൻ എന്തായാലും അവന്റെ അടുത്ത് പോയി ചോദിക്കണ്ട, അവന്മാരൊക്കെ വെള്ളത്തിലായിരിക്കും. പ്ലീസ് പ്ലീസ്, നമുക്ക് രാവിലെ പോയി ഇന്നടാ അവനെ കാണുമ്പോഴേ അറിഞ്ഞൂടെ അവൻ പെണ്ണുങ്ങളെ പൊക്കാമെന്നാണെന്ന്. അവൻ പൊക്കും, പക്ഷെ അവന് അതുകൊണ്ട് അവനെ കൊടുത്തു, അതിനായി കാശ് തന്ന്. അവന്റെ അടുത്ത് പോയി ചോദിക്കാന്നേ. വാ പോവാം പ്ലീസ്. അതൊക്കെ പിന്നെ പറയടാ, നീ പാടാ. പേടി, അവൻ പോവാ, കണ്ടില്ലേ? പ്ലീസ് പറഞ്ഞില്ലേ ജിജി, നിന്റെ ഷോർട്ട് ഫിലിം ഹീറോയെ ഞാൻ കണ്ടുപിടിച്ചു. അവന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചു. ആരാ? ദ ഗായ് ഫ്രം ദ ക്ലബ്. നമുക്ക് ഈവനിങ് മീറ്റ് ചെയ്യാം. ഓക്കെ? റിയലി? നിങ്ങളുടെ ഫ്രണ്ട് എവിടെയാണോ വർക്ക് ചെയ്യുന്നത്? കുറ്റങ്ങൾ ഇല്ലാതാക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. ഓ, പോലീസാണോ? ചേച്ചേ, ഇപ്പോ ഞങ്ങളൊരു സ്ഥലത്ത് ജോലി ചെയ്ത് ശമ്പളം മേടിക്കുവാണെങ്കിൽ അത് നമ്മുടെ പോക്കറ്റിലിടും. അത് മറ്റാരെങ്കിലും പിക് പോക്കറ്റ് അടിക്കുവാണെങ്കിൽ ആവശ്യമില്ലാതെ ഒരു പിക് പോക്കറ്റുകാരൻ ഉണ്ടാവുന്നു. എന്നാൽ ഈ കാശ് നമ്മൾ ബാങ്കിൽ ഇടുവാണെങ്കിലോ അത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ ലോൺ മേടിച്ച് കെട്ടാതെ ഫോറിനിൽ പോയിരിക്കും. അവിടെയും നമ്മൾ ഒരു ഇന്റർനാഷണൽ കുറ്റവാളിയെ ഉണ്ടാക്കുന്നു. ഇപ്പോ ഞങ്ങളെ കൊണ്ട് ഇതൊന്നും നടക്കൂലല്ലോ. അതാണ്. പണിയൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. തേപ്പാണെങ്കിലും കേൾക്കാതെ പറഞ്ഞല്ലോ, താങ്ക്സ്. സി, ഐ ഡോണ്ട് ബ്ലെയിം യു. നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. നിങ്ങൾ എനിക്ക് ഇഷ്ടമായേക്കാം, കല്യാണം കഴിച്ചെന്നും ഇരിക്കാം. പക്ഷെ നാളെ നമ്മൾ റോഡിലിറങ്ങി നടക്കുമ്പോ കാണുന്നവരൊക്കെ പെണ്ണൊക്കെയാണ്, പക്ഷെ ചെക്കനെ കാണാൻ കൊള്ളില്ല എന്ന് പറയും. അതെനിക്ക് ഉറപ്പായും സങ്കടാവും. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങൾക്ക് വേണ്ടി തന്നെ ഞാൻ പറയുന്നേ. ലവ്മാരൊക്കെ ഉണ്ട്. 40-50 ആയാലും കാണാത്തൊന്നുമല്ലോ. അളിയ ഒന്ന് സമ്മതിക്കടാ. ഹാരി പോട്ടർ മോന്തയില്ല, അവക്ക് എന്നോട് ചെറിയൊരു താല്പര്യം. സമ്മതിക്കടാ. ഇങ്ങോട്ട് വാ. കണ്ടില്ല രണ്ടെണ്ണത്തിനെയും ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെ പോലെ ബാഗ് കൊണ്ടുവരുന്നേ. ഹായ്. എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് എന്താ പറഞ്ഞയച്ചത്? പഠിക്കുന്ന വയസ്സിൽ എന്തിനാ ഈ സിനിമയൊക്കെ? നിന്റെ വീട്ടിലാരും ചോദിക്കാനൊന്നുമില്ലേ? സ്റ്റുഡൻസ് ആണ്. ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടിയാണ് ഈ മൂവി ചെയ്യുന്നത്. നീ എന്ത് വേണേ ചെയ്തോ, എനിക്ക് പറ്റില്ല. ഞാൻ ഭയങ്കര ബിസിയാ. അങ്ങനെ പറയല്ലേ. നിങ്ങൾ പറയുന്ന ദിവസം തന്നെ ഷൂട്ടിംഗ് പ്ലീസ് സർ. പോയി പാൽ എടുത്തോണ്ട് വാ. സർ, ഓയ്, നിന്നോടല്ല പറഞ്ഞത്. നീ ഇവിടെ നിൽക്ക. കുട്ടി വേണേ ഇവിടെ വന്നു പോയിട്ടെ ആ ബോൾ എടുത്തോണ്ട് വാ. സാറാ, ഇതൊക്കെ ഓവറാട്ടോ. എടാ, നിനക്ക് കോള് വരുമ്പോ ഒരു ജോലിയും ഇല്ലാതെ ചാടി എടുക്കുന്നവനല്ലേ നീ? പിന്നെ എന്തിനാടാ നീ ആ പെണ്ണിന്റെ അടുത്ത് ഇപ്പൊ ഇത്രയും അഹങ്കാരം കാണിക്കുന്നത്? ഒന്ന് അഭിനയിച്ചാലെന്താ? അതല്ലടാ, ആക്സിഡന്റിന് മുമ്പേ എന്റെ പ്രൊപ്പോസൽ ഒരു പെണ്ണ് റിജക്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ? ഏത്, നമ്മുടെ ഓട്ടോ മെക്കാനിക്കിന്റെ മോള് ജൂലിയോ? പിന്നെ എന്താടാ, 1-2 ആണോ ഓർമ്മ വയ്ക്കാൻ? നിന്റെ പഴയ മോന്തയുള്ള സമയത്ത് നീ പ്രൊപ്പോസ് ചെയ്യാത്ത പെണ്ണുങ്ങൾ പോലും നിന്നെ റിജക്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതല്ലടാ, തന്നെ വേണ്ടാന്ന് പറയുന്നതിന് തന്റെ നല്ലതിന് വേണ്ടിയെന്ന് പറഞ്ഞു പോയില്ലേ? അത് ഈ ഡയറക്ടർ പെണ്ണ. അവളാണോ? എടാ, അവള് വേണ്ടെന്ന് പറഞ്ഞ സെയിം മോന്ത കൊണ്ട് നീ അവളെ കറക്റ്റ് ചെയ്യണമെങ്കിൽ സമ്മതിക്കാം. ഇത് തെണ്ടിത്തരവാ.
ഈ കളി ഞാനാണ് ആരംഭിച്ചു വെച്ചത്. ആ ഇഷ്ടമില്ലാത്ത മുഖം അവൾ ഈസിയായിട്ട് റിജക്ട് ചെയ്തില്ലേ? ഇഷ്ടപ്പെട്ട മുഖം പെട്ടെന്ന് കിട്ടിയാൽ എങ്ങനെയാ? അവളെ പിന്നാലെ കുറച്ച് നടക്കട്ടെ. എന്നാ പിന്നെ അവിടെ കൂട്ടുകാരിക്ക് മണി കൊടുക്കാം. ഇത് ചെന്ന് നീ എടുത്തോണ്ട് വാ. അതെ, ഞങ്ങൾ കളിക്കുവാന്നറിയാലോ. ഗോദാവരി നടുവിലൊരു ലൈൻ വരയ്ക്കേ. കബഡിയാണ് കളിക്കുന്നത്. നീ ഓവർ ആവില്ലേ? ഈ സൈഡിൽ നിൽക്ക്. ശരി ശരി, എന്നാ നീ തന്നെ അങ്ങ് സ്കോർ ചെയ്യ്. ബോൾ. സർ പ്ലീസ് സർ, പ്ലീസ് 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 പ്ലീസ്. ഇങ്ങോട്ട് മാറി നിൽക്ക്. സർ പ്ലീസ് 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 സർ, എനിക്കൊന്നും ഇഷ്ടമല്ല. പ്ലീസ്. വേണ്ട. ഇത്രയും പറയുന്നതുകൊണ്ടാണ് ഞാനിപ്പോ ഓക്കെ പറയുന്നത്. പക്ഷെ ഒരു കാര്യം, പടം നന്നായിരിക്കും. എനിക്ക് ക്വാളിറ്റിയാണ് പ്രധാനം. സർ അഭിനയിക്കുന്നത് നിങ്ങളല്ലേ, ക്വാളിറ്റി എങ്ങനെ കുറയും? യു മേഡ് മൈ ഡേ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. സാറ്റർഡേ കാണാം. ബൈ. എടി വാടി. എടി പോടി. എന്നാ ശരി, പിന്നെ കാണാം. എടി അവൻ സമ്മതിച്ചു. സർ വരൂ. യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? യാത്രയോ? ഏത്, ഈ വടകരന്ന് വില്യാപ്പള്ളിയിലേക്ക് വന്നതോ? അതും വണ്ടി നിങ്ങൾ അറേഞ്ച് ചെയ്ത പോലെയാണല്ലോ ചോദിക്കുന്നത്. അല്ല, ഇന്നത്തെ ഷൂട്ടിംഗ് ക്യാൻസൽ ആണോ? സർ ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ പറയല്ലേ, ഇവിടെ തന്നെയാ ഷൂട്ടിംഗ്. ഇവിടെയോ? ഞങ്ങൾ ശങ്കർ സാറിന്റെ സിനിമയിൽ ഷൂട്ടിംഗ് ഒക്കെ പോയിരുന്നല്ലോ. അവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കുമല്ലോ. സർ നിങ്ങൾ റെഡി ആണെങ്കിൽ ഫസ്റ്റ് ഷോട്ട് എടുക്കാം. ഷോട്ടൊക്കെ കാരവനില്ലേ? സർ കാരവാനില്ലേ? എന്തുകൊണ്ടാ കാരവാൻ ഇല്ലാത്തത്? സർ ഈ പടത്തിന്റെ മൊത്തം ബഡ്ജറ്റ് തന്നെ 20,000. അതില് 5,000 പലിശയ്ക്ക് വാങ്ങിയതാ. സോ കാരവനൊക്കെ ബുദ്ധിമുട്ടാണ് സർ. സ്ക്രിപ്റ്റ് വിശ്വസിച്ചാ ഞങ്ങൾ പടം എടുക്കുന്നത്. എന്തോന്ന് വലിയ സ്ക്രിപ്റ്റ്? എന്റെ ചേച്ചി സണ്ണിലിയും ചെയ്യുന്ന പടത്തിലൊക്കെ സ്ക്രിപ്റ്റും ഇല്ല, ഡയലോഗും ഇല്ല. ഇല്ല, വെറും മാത്രമാ. ശരി, അതൊക്കെ ഓക്കെ. ഞാൻ എങ്ങനെയാ മേക്കപ്പ് ഇട്ട ഡ്രസ്സൊക്കെ മാറുക? ആരെങ്കിലും വീഡിയോ ഒക്കെ എടുത്താ എന്റെ വീട്ടിലാരോ ഉത്തരം പറയാ? അതേന്നെ, വീഡിയോ എടുത്തിട്ട് ഭയങ്കര വീഡിയോ. ഈ ചെറുപ്പക്കാരന്റെ പ്രവൃത്തി കാണൂ, മലയാളിയാണെങ്കിൽ ഷെയർ ചെയ്യൂ. ഇങ്ങനെയൊക്കെ ആരും വീഡിയോ എടുക്കില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. സോ പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. എടി സാറിന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. സർ ദാ കുടിക്കൂ. എന്തോ അത്? ഇതാണോ നീ പറഞ്ഞ കൂൾ ഡ്രിങ്ക്സ്? എന്നാ പിന്നെ അതൊരെണ്ണം എനിക്ക് തന്നൂടെ? ആക്ച്വലി രസ്ന തീർന്നു പോയി. വാട്ടർ പാക്കറ്റ് ഉള്ളത് മതിയോ? അതെന്തിനാ മോളെ എനിക്കൊന്ന് വേസ്റ്റ് ചെയ്യുന്നത്? മിണ്ടാതെ ബോക്സ് ഒന്ന് തുറക്ക്, ഞാൻ നാവ് കൊണ്ട് നക്കിക്കോളാം. ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഡാ, കുഴപ്പമില്ലതാ. ഹലോ കുട്ടി, ഞാൻ ചോദിച്ച 1/2 മണിക്കൂറായി. ഡ്രസ്സ് എവിടെയാ മാറ്റുക? സർ എന്താ സർ ഇത്? ഞങ്ങളുടെ ഹീറോയിൻ പോലും മരത്തിന്റെ പുറയിലെ ഡ്രസ് മാറുന്നത്. എന്നിട്ടാണോ നിങ്ങൾ? നിങ്ങളാണോ ആ ഹീറോയിനി? യാ. ഞാൻ നിന്നെ ഇതൊരു ഡയറക്ടറായിട്ട് പോലും സമ്മതിച്ചില്ല. അതിനുള്ളിൽ നീ ഹീറോയിൻ ആയോ? സർ ഐ എം എ തിയേറ്റർ ആർട്ടിസ്റ്റ്. ഏത് തിയേറ്ററാ? സരിതയോ അല്ല സവിതയോ? അതെന്താ വായിൽ ചോര വരുന്നേ? ചോരയോ? ഇത് ലിപ്സ്റ്റിക്കാ സർ. അതൊരു 1/2 കിലോ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ ലിപ്സ്റ്റിക്. ശരി, ഞാൻ ടോൺ ഔട്ട് ചെയ്തേക്കാം. അതിനു മുമ്പ് നമുക്ക് ഡയലോഗ് ഒന്ന് നോക്കിയാലോ? ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട്. അവിടെ ഞാൻ ബെഞ്ചിൽ ഒറ്റയ്ക്കിരിക്കായിരിക്കും. നല്ല തണുത്ത കാറ്റ്. നിങ്ങൾ എന്നെ നോക്കി നടന്നു വരുന്നു. നിങ്ങളുടെ കണ്ണിൽ പ്രണയം ഉണ്ടാവണം. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ജീവിച്ച അത് നിന്റെ കൂടെ മാത്രമായിരിക്കും. ഐ ലവ് യു എന്ന് വേണം പറയാൻ. ഐ ലവ് യു. ഭയങ്കര ബോറായിരിക്കുന്നു. ഈ കാലത്തൊക്കെ ആരെങ്ങനെ പറയാറുള്ളത്? സർ എന്റെ ലൈഫിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ എന്റെ അടുത്ത് ഇതുപോലെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. 100 വർഷം എന്ന് പറയാൻ ചാൻസ് ഇല്ലല്ലോ. സർ ഒന്നിനെ 100 ആക്കുന്നതല്ലേ സിനിമ. ഓ, ഇതില് സിനിമ കണ്ടുപിടിച്ചവളെ പോലെയല്ലേ ഫിലോസഫി. എന്താ സർ ഈ സീൻ ഇംപ്രസീവ് ആയിട്ടില്ലേ?
ഞാനൊന്ന് പറഞ്ഞ കേക്കോ? ഇപ്പൊ പുതിയതായിട്ട് ചിന്തിച്ചാലേ ട്രെൻഡ് ആവൂ. എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്ക്. ഒരു മനോഹരമായ ഗ്രാമം, ആ ഗ്രാമത്തിന്റെ പേര് വഴുകപ്പട്ടി. ക്യാമറ റോളിംഗ് ആക്ഷൻ. എത്ര മനോഹരമായിട്ടുണ്ടല്ലേ. ഇതിനു മുമ്പ് ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ടോ? ഹലോ, കല്യാണത്തിന് മുമ്പ് ഇവിടെ വരണം എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു. ഈ നാട് കണ്ടോണ്ട് അങ്ങനെ മറക്കല്ലേ. എത്തിയ ഉടനെ റെഡിയാണ് കേട്ടോ. വില്ലേജ് ഓഫീസറിനെ കാണണം, വീട് വെക്കാൻ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അവിടെ നോക്കിയേ.